everyone, once again welcome back guys, welcome back to our class. So നോക്കൂ മക്കളെ, നമ്മൾ ഈ ഒരു പാഠത്തിൽ നിങ്ങൾക്ക് പാഠം ഏതാണെന്ന് പറയണ്ട, കാരണം ഇവിടെ എൻ്റെ ബാക്കിലുള്ള ഈ എംബ്ലം കണ്ട ഈ ചാടി നിന്ന് എന്താണ് ബാസ്കറ്റ് ബോൾ ഇടാൻ പോകുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ദ ചാപ്റ്റർ ഈസ് ദ സാൾട്ട് ഇൻ ഹിസ് ഷൂസ് അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല ചിലപ്പോൾ നോക്കും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ചിത്രം അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി അല്ലേ. സോ വി ആർ ഗോയിങ് ടു ലേൺ an important very important question from this chapter, the salt in his shoes. Okay, the question is a letter writing. ഒരു ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും മുഴുവൻ മാർക്ക് A+ കുറഞ്ഞൊന്നും നമുക്ക് എന്തില്ല, അതിന് അങ്ങ് വാങ്ങിയെടുക്കാനില്ല. ഇവിടെ നോക്കിയേ നിങ്ങൾ, വിപിൻ wrote a letter to Michael. Here is a letter. അപ്പോൾ വിപിൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആരാണ്, ഒരു ഫ്രണ്ടാണ്. നമ്മുടെ മൈക്കിളിനെ എന്ത് ചെയ്യണം, കൺഗ്രാജുലേറ്റ് ചെയ്യണം. വി വാണ്ട് ടു അപ്രിഷിയേറ്റ് മൈക്കിൾ, നമ്മൾ മൈക്കിളിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ ഫ്രം അഡ്രസ് എഴുതി. ഇത് ഒഫീഷ്യൽ ലെറ്റർ എന്നല്ലോ, കൂട്ടുകാർ എഴുതുമ്പോൾ അതെന്തായിരിക്കും, ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് വേണ്ട, ആർക്കാണോ എഴുതുന്നത് ടു, അയാൾ അഡ്രസ്സ് ഒന്നും എഴുതണ്ട. ഇവിടെ നമ്മൾ എന്ത് എഴുതിയാൽ മതി, ഫ്രം അഡ്രസ്സ് എഴുതിയാൽ മതി. ഡേറ്റ് എഴുതി നമ്മൾ ഡിയർ മൈക്കിൾ എന്നെഴുതി ഒരു സാലുട്ടേഷൻ നമ്മൾ കൊടുക്കണം. അയ്യോ നോക്കിയടാ, സാലുട്ടേഷൻ നമ്മൾ കൊടുക്കണം. അങ്ങനെ എന്ത് പറഞ്ഞു, ഹോപ്പ് യു ആർ ഫൈൻ, നീ സുഖമായിട്ടിരിക്കുന്നു മൈക്കിൾ, നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ, ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ, ടു കൺഗ്രാജുലേറ്റ് യു ഓൺ ദ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ യു ഹാവ് പുട്ട് ഇൻ ടു ബിക്കം എ ഗ്രേറ്റ് ബാസ്കറ്റ് ബോൾ പ്ലെയർ. ഒരു അടിപൊളി ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവാൻ നീ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, നിന്റെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, നീ എടുത്ത എഫേർട്ടിന് നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്തത്, ഞാൻ നിന്നെ വിളിച്ചത്, ഞാൻ ഈ കത്ത് എഴുതുന്നത്. നോക്കൂ, യുവർ ടാലന്റ്, നിന്റെ കഴിവ്, ആൻഡ് ഡിറ്റർമിനേഷൻ, നിനക്ക് നല്ലൊരു പ്ലെയർ ആവണം എന്നുള്ളതിൻ്റെ ഉറച്ച തീരുമാനം, നിന്റെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ വിൽ ഓൾവേസ് ഇൻസ്പയർസ്. അത് എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്കൊക്കെ അത് വളരെ ഇൻസ്പയറിങ് ആവാറുണ്ട്. ദ പാത്ത് യു ഹാവ് ചോസൺ ഈസ് നോട്ട് ആൻ ഈസി വൺ, നീ തിരഞ്ഞെടുത്ത വഴി എന്തല്ല, ഒരിക്കലും എളുപ്പമുള്ള ഒരു വഴിയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ബിക്കോസ് യു വർക്ക്ഡ് ഹാർഡ് ദാറ്റ് മച്ച്, നീ മാസങ്ങളോളം, കൊല്ലങ്ങളോളം, വർഷങ്ങളോളം നീ എന്ത് ചെയ്തിട്ടുണ്ട്, നീ അതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, നീ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നീ എന്ത് ചെയ്തിട്ടുണ്ട്, നീ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, നീ അത്രയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബാസ്കറ്റ് ബോൾ റിക്വയർസ് ഇമ്മൻസ് പ്രാക്ടീസ്. നമുക്കറിയാം എന്താണ്, ഏറ്റവും നല്ല കഴിവ് തെളിയിക്കണമെങ്കിൽ എന്ത് വേണം, ഇതിൽ ഇമ്മൻസ് പ്രാക്ടീസ് അല്ലേ, ഒത്തിരി നീ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം എന്നുള്ളത്. അത് മാത്രം പോരാ, വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള, ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള, നല്ല ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ജീവിതവും ശീലങ്ങളും വേണം എന്നുള്ളതും നമുക്കറിയാം. സാക്രിഫൈസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. യു ഹാവ് ഓൾ ദീസ് ക്വാളിറ്റീസ്, നിനക്ക് എന്തുണ്ട്, ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും നിനക്കുണ്ട്. യുവർ സ്റ്റോറി ഈസ് ട്രൂലി ഇൻസ്പയറിംഗ്, നിന്റെ സ്റ്റോറി എന്താണ്, വളരെ ഇൻസ്പയറിംഗ് ആണ്, ഞങ്ങൾക്ക് പ്രചോദനമാണ് മൈക്കിൾ. വി അപ്രിഷിയേറ്റ് യു, വി ആർ പ്രൗഡ് ഓഫ് യു, വി അപ്രിഷിയേറ്റ് യു, വി ലവ് യു സോ മച്ച്, യു മെയ്ഡ് us proud, നീ ഞങ്ങളെ കൂടി എന്ത് ചെയ്തു, പ്രൗഡാക്കി. താങ്ക് യു സോ മച്ച് എന്ന് എഴുതാം. സിൻസിയർലി നിന്റെ സ്വന്തം കൂട്ടുകാരെ പേര് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ നെയിം എന്ന് എഴുതിയാൽ മതി. എപ്പോഴും അങ്ങനെ പബ്ലിക് എക്സാമിൻ്റെ കാര്യത്തിലൊന്നും ഒരു പേരും എഴുതണ്ട, ജസ്റ്റ് ഇങ്ങനെ നെയിം എന്ന് എഴുതി ജസ്റ്റ് പുട്ട് എ ബ്രാക്കറ്റ്, അത് എഴുതിയാൽ മതി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ. നിങ്ങൾ തോന്നുന്നത് ഇത് കളിതമാശയാണെന്ന്, ഒരിക്കലുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എന്ത് ചെയ്യരുത്, എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, ഈ ക്വസ്റ്റൻ ഒരിക്കലും മറന്നു പോകരുത്. സോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഈ ചോദ്യം നിങ്ങൾ പഠിക്കുക. ഓക്കെ.